രാവിലെ തന്നെ ഒരുപാട് മെയിലാണല്ലോ. 2025 ഇറക്കാൻ പോകുന്ന ഐഫോണിൽ വേണ്ട കാര്യങ്ങളുടെ അപേക്ഷ നോക്കാലോ. ഡിയർ ടിമ്മണ്ണൻ, ഞാൻ താങ്കളുടെ ഒരു കനത്ത ആരാധകനാണ്. താങ്ക് യു. വർഷങ്ങളായി ഞാൻ ഐഫോൺ മാത്രം വാങ്ങി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. ഗുഡ്. പക്ഷേ ഈ അടുത്തായി ഞാൻ ഏത് ഐഫോൺ വാങ്ങിയാലും എൻ്റെ ആൻഡ്രോയിഡ് ഫ്രണ്ട്സിൻ്റെ ഊക്ക് താങ്ങാൻ പറ്റുന്നില്ല. മൈൻഡാക്കണ്ട, ആൻഡ്രോയിഡ് അല്ലേ ഊക്ക്. അതുകൊണ്ട് തന്നെ കീഴ്പ്പറഞ്ഞ കാര്യങ്ങളെങ്കിലും ഇനി വരുന്ന ഐഫോണിൽ വേണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ലിസ്റ്റ് ഓഫ് റിക്വയർമെൻറ്റ്സ്. അങ്ങനെ വലിയ കുറവുകളൊന്നും ഐഫോണിലില്ല. എന്താണെന്ന് വായിക്കാം. എന്നാലും കയ്യിലൊതുങ്ങുന്ന കോമ്പാക്റ്റ് ഐഫോൺ വേണം. ഓക്കെ. ചെറുതാണെങ്കിലും കിടിലം ബാറ്ററി നിൽക്കണം. ഓക്കെ. അടിപൊളി ഫാസ്റ്റ് ചാർജിങ് വേണം. ഓക്കെ. 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ വേണം. ഓക്കെ. അൾട്രാ വൈഡ് ക്യാമറയും വേണം, അതിൽ മാക്രോയും വേണം. ക്യാമറ കൺട്രോൾ ബട്ടൺ വേണ്ടേ. ടൈറ്റാനിയം ഫ്രെയിം വേണം. കയ്യിൽ ഹാൻഡി ആവാനായി എഡ്ജസും കോർണേഴ്സും റൗണ്ടഡ് ആക്കണം. പുതിയ ഡിസൈൻ വേണം. ആപ്പിൾ ഇൻ്റലിജൻസ് വേണ്ട. ഓക്കെ. പ്രൈസ് 50,000 താഴെ ആയിരിക്കണം. ഓക്കെ ഗൈസ്, എനിക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലാവുന്നുണ്ട്. ഇത്രയും കാലമായി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ് എന്നറിയാതെയാണ് ഞങ്ങൾ ഫോൺ ഇറക്കിയതെന്ന് തോന്നുന്നു. പക്ഷേ ഇത്തവണ നിങ്ങളുടെ ഓരോരുത്തരുടെയും അപേക്ഷകൾ മാനിച്ചുകൊണ്ട് ഈ മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി പുതിയൊരു ഫോൺ ഞങ്ങൾ ഇറക്കുവാണ്. അതാണ് ഐഫോൺ 17 എയർ. കയ്യിലൊതുങ്ങുന്ന കോമ്പാക്റ്റ് ഫോൺ വേണം എന്ന് പറഞ്ഞവർക്ക് വെറും 5.5 മില്ലിമീറ്റർ മാത്രം തിക്നെസ്സുള്ള സ്ലിം ആയിട്ടുള്ള ഫോൺ. എൻ്റെ ഈ കയ്യിൽ ഏത് ഫോണും ഒതുങ്ങും. അതുകൊണ്ട് തന്നെ ഒരു ഐഫോൺ 15 പ്ലസിൻ്റെ സൈസുള്ള ഒരു ഫോണും എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നതാണ്. കാലങ്ങളായി ഐഫോണിൽ ബാറ്ററി തീരെ നിൽക്കുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായി. പക്ഷേ ആ ഒരു കംപ്ലൈൻറ്റ് ഞങ്ങൾ സോൾവ് ചെയ്തത് ഐഫോൺ 12 ഇറക്കിയപ്പോഴാണ്. ഐഫോൺ 12 ഇറക്കിയ ശേഷം ആൾക്കാർ ഇത്രയും അടിപൊളിയായിട്ട് ബാറ്ററി നിൽക്കുന്ന വേറെ ഐഫോൺ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഐഫോൺ 12 2700 mAh ബാറ്ററി ആയിരുന്നു. ഇത്തവണ ഞങ്ങൾ 2800 mAh ബാറ്ററി ഇറക്കിക്കൊണ്ടുവരുന്നു. ഇനി ബാറ്ററി നല്ലപോലെ നിൽക്കാനായി നിങ്ങളെല്ലാവരും ചോദിച്ച് 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ തരണമെന്നുണ്ട്. പക്ഷേ ഐഫോൺ 12 അത്ര നല്ല ബാറ്ററി നിൽക്കാൻ കാരണം 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ്. സോ നിങ്ങൾക്ക് കൂടുതൽ നേരം ബാറ്ററി നിൽക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സോ 120 ഹെർട്സ് പോലെ തോന്നിക്കുന്ന 60 ഹെർട്സിൻ്റെ അടിപൊളി ഡിസ്പ്ലേ. ഇനി ടൈറ്റാനിയം അത് യൂസ് ചെയ്യണം എന്ന് ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഈയടുത്തായി കേൾക്കുന്നതാണ് ടൈറ്റാനിയം എൻവിറോൺമെൻറ്റിന് അത്ര നല്ലതല്ല എന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങൾക്കായി അലുമിനിയം എൻവിറോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് ഐഫോൺ നിർമ്മിച്ച് തരുന്നതായിരിക്കും. ആൻഡ് ഇത്ര സ്ലിമ്മായ ഫോൺ ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വരും കാലത്തിൽ ഇറങ്ങാൻ പോകുന്ന ഐഫോൺ ഫോൾഡ് എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം കൂടിയായിട്ട് ഇതിനെ കാണാം. പിന്നെ ഫാസ്റ്റ് ചാർജിങ്. നിങ്ങൾക്ക് എങ്ങോട്ടാണ് ഇത്ര വേഗം ഓടേണ്ടത്? ഇത്ര തിരക്ക് പിടിച്ച ലോകത്തിൽ നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കണം. ഒരു ഫോൺ ചാർജ് ചെയ്യാനായിട്ട് അതിന് അതിൻ്റേതായ സമയം കൊടുക്കുമ്പോഴാണ് നമ്മൾക്ക് അത്രയും നേരം ലോകവുമായിട്ട് ബന്ധപ്പെടാനായിട്ട് പറ്റുന്നത് എന്നുള്ളത് കൊണ്ട് ഐഫോൺ അതിൻ്റേതായ രീതിയിൽ ചാർജ് ആവുന്നതായിരിക്കും നിങ്ങൾക്കും ഐഫോണിനും നല്ലത്. ഇനി ക്യാമറകളുടെ കാര്യത്തിൽ ഐഫോൺ 16 പ്രോയിൽ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൈമറി ക്യാമറ തന്നു, അൾട്രാ വൈഡ് ക്യാമറ തന്നു, ടെലിഫോട്ടോ ക്യാമറ തന്നു. എന്നാൽ നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാരും പ്രൈമറി ക്യാമറയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. മറ്റ് 2 ക്യാമറകളും കുറച്ചുകൂടി നന്നാക്കണം എന്നുള്ളത് കൊണ്ട് അത് നന്നാക്കാനായി ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണ്. സോ പ്രൈമറി ആയിട്ടുള്ള ഒരു മെയിൻ 48 MP ക്യാമറ മാത്രമായിരിക്കും തരുന്നത്. എന്നാൽ ഞങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്നോവേഷൻ ക്യാമറ കൺട്രോൾ പ്രേക്ഷകരുടെ അത്രയധികം ആവശ്യപ്രകാരം ഇത്തവണ എല്ലാ ഫോണുകളിലും ഞങ്ങളത് കൊണ്ടുവരുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഏറ്റവും പുതിയ ഒരു ഡിസൈനും. ആൻഡ് ഐഫോണുകളെ മറ്റു ഫോണുകളിൽ നിന്നും വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് ആപ്പിൾ ഇൻ്റലിജൻസ്. ആപ്പിൾ ഇൻ്റലിജൻസ് പോലെയുള്ള ഒരു അത്യാധുനികമായ AI അത് വേറെ ഒരു ഐഫോണിലും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അതും ഈ ഒരു സ്മാർട്ട് ഫോൺ അല്ല, AI ഫോൺ, ആപ്പിൾ ഇൻ്റലിജൻസ് ഫോണിൽ നിങ്ങൾക്ക് കിട്ടും. ഇനി ഇത്രയധികം ഫീച്ചേഴ്സ് പാക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫോണ് നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ അത്ര എളുപ്പത്തിൽ നിങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ അതിലൊരു ത്രില്ലില്ല. അതുകൊണ്ട് തന്നെ 50,000 രൂപയ്ക്ക് നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വേണം എന്ന് പറയുമ്പോൾ നമ്മളത് 1,00,000 രൂപയ്ക്ക് ഇറക്കുന്നു. എന്നാൽ ഏതൊരുത്തിനും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഇത് സ്വന്തമാക്കാനായി ഞങ്ങൾ EMI സൗകര്യങ്ങളും നിങ്ങൾക്ക് കൊണ്ടുതരുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പോൾ മേടിക്കുന്നതിന് പകരം 1 വർഷത്തിന് ശേഷമായിരിക്കുമല്ലോ നിങ്ങൾ ബിഗ് ബില്യൺ ഡേയ്സിൽ ഹാഫ് പ്രൈസിൽ വാങ്ങിക്കുന്നത്. എന്തിനത്രയും നാൾ കാത്തിരിക്കണം? ഇപ്പോഴേ സ്വന്തമാക്കാം. സോ നിങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥനകൾ മാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐഫോണായി മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം ടിം കുക്കുരുക്കുരു വീണ്ടും അടുത്തൊരു ഇവൻറ്റിൽ സന്ദർശിക്കാം. എന്താണ് ആ ശബ്ദം? ഒന്നുമില്ല സാറേ, ബാക്ക് പോക്കറ്റിൽ ഞാൻ ഐഫോൺ 17 ഇയർ വെച്ചിട്ട് ഒന്നിരുന്നതാ. ലേശം വളഞ്ഞു പോയി. പഴം പോലെ വളഞ്ഞ ഐഫോൺ.
വളരെ ഐഫോൺ അടുത്ത കൊല്ലത്തേക്കുള്ള സംഭവം. നീ ബുദ്ധിമാനാണല്ലോടാ.